മോഹൻലാലിനെ മറികടക്കാൻ ശ്രമിക്കുന്ന ബോളിവുഡ് സിനിമയാണ് കുറച്ചു ദിവസങ്ങളായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ വർഷം മോഹൻലാലിനെ മറികടക്കാനാണ് എല്ലാ സിനിമ ഇൻഡസ്ട്രിയും വലിയ വ്യഗ്രത കാണിച്ചുകൊണ്ടിരിക്കുന്നതും. അതിൽ തന്നെ ബോളിവുഡ് തന്നെ എന്ന് പറയാം. കാരണം ബോളിവുഡ് ആണല്ലോ സിനിമാ മേഖലയിൽ നമ്പർ 1 പൊസിഷനിൽ നിൽക്കുന്നത്. എന്നാൽ ബോളിവുഡിന് ഇപ്പോൾ വലിയ അടികളാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. വിചാരിച്ച പടങ്ങളൊന്നും കൃത്യമായ രീതിയിൽ ബോക്സ് ഓഫീസിൽ റൺ നടത്തുന്നുണ്ടെങ്കിൽ തന്നെ അത്ര വലിയ ഹൈയിലേക്ക് പോകുന്നില്ല. പാൻ ഇന്ത്യൻ ലെവലിലൊക്കെ കൊണ്ടിറക്കുന്ന പടങ്ങളൊക്കെ പാൻ ഇന്ത്യൻ ലെവലിൽ പോലും എത്തുന്നില്ല. സൗത്ത് ഇന്ത്യയിൽ പല സിനിമകളും ഗംഭീര നേട്ടങ്ങൾ കൊയ്യുമ്പോൾ ഈ വർഷം മോഹൻലാലിന് ഒരു ഗംഭീര നേട്ടം തന്നെയാണ് ഉണ്ടായത്. എമ്പുരാനും തുടരും പോലുള്ള സിനിമകൾ ഓവർസീസിൽ റൺ നടത്തിയത് ഞെട്ടിപ്പിക്കുന്ന വിധമായിരുന്നു. ഓവർസീസിലാണ് ബോളിവുഡ് സിനിമയ്ക്ക് ഒന്നും ചെയ്യാൻ കഴിയാതെ പോകുന്നത്. ഇപ്പോഴിതാ പുതിയൊരു സിനിമ എത്തി ഗംഭീര രീതിയിൽ പ്രശംസയെ നേടി. എന്നിരുന്നാലും മോഹൻലാലിന്റെ എമ്പുരാനെ മറികടക്കാനാണ് ഈ ചിത്രത്തിന്റെയും ശ്രമം. എന്തായാലും തുടരുമെന്ന ചിത്രത്തിന്റെ ഒപ്പം എത്തിയിട്ടുണ്ട്. ഓവർസീസിൽ എമ്പുരാൻ എന്ന മോഹൻലാൽ ചിത്രത്തെയാണ് ഇവർക്കെല്ലാവർക്കും മറികടക്കേണ്ടത്. ഓവർസീസിൽ എമ്പുരാൻ നേടിവച്ചിരിക്കുന്നത് $16.90 മില്യൺ ആണ്. തൊട്ടു പിന്നിലായി തുടരുമെന്ന ചിത്രമുണ്ടായിരുന്നു $11 മില്യൺ. മൂന്നാമത്തെ പൊസിഷനിൽ ചാവ എന്ന ബോളിവുഡ് ചിത്രമായിരുന്നു $10.25 മില്യൺ നേടിക്കൊണ്ട്. എന്നാൽ ഇപ്പോൾ ഏറ്റവും പുതിയൊരു ബോളിവുഡ് ചിത്രം എത്തിയിരിക്കുകയാണ്. ഏറ്റവും വലിയ പ്രശംസയും തിയേറ്ററിനകത്ത് നിന്നും കൂട്ടക്കരച്ചിലും വലിയ പ്രശംസയും റിയാക്ഷൻ കൊണ്ട് നിലവിളിക്കുന്ന പ്രേക്ഷകരും എന്തൊക്കെ പ്രകടനം കാണിക്കാമോ അതൊക്കെ കാണിക്കുന്ന ഒരു കൂട്ടം പ്രേക്ഷകർ ഈ സിനിമയ്ക്ക് വലിയൊരു കാഴ്ചക്കാരെ സമ്മാനിക്കുന്ന അടുത്തേക്ക് വരെ എത്തിക്കുന്നു. സയ്യാര എന്ന് പറയുന്ന ചിത്രമാണ് ഇപ്പോൾ ബോളിവുഡിൽ ഗംഭീര നേട്ടം സ്വന്തമാക്കിയിരിക്കുന്നത്. ഓവർസീസിൽ $11 മില്യൺ മുകളിലേക്ക് സഞ്ചരിച്ചിരിക്കുകയാണ്. ഇപ്പോൾ രണ്ടാമത്തെ പൊസിഷനിലേക്ക് ഓവർസീസിൽ എത്തിയിരിക്കുന്നു. എല്ലാം എമ്പുരാനെയാണ് മറികടക്കേണ്ടത്. മോഹൻലാൽ ഇങ്ങനെ നെഞ്ചി വിരിച്ച് ടോപ്പിൽ തന്നെ നിൽക്കുകയാണ്. അപ്പോഴാണ് സയ്യാര പോലൊരു ചിത്രം ബോളിവുഡിൽ ഇത്രയും വലിയ പ്രശംസ നേടിക്കൊണ്ട് വരുന്നതും. ഈ വർഷത്തെ ഏറ്റവും കൂടുതൽ പണം വാരുന്ന ചിത്രമായി സയ്യാര മാറുന്നുണ്ട്. മറ്റൊരു ഭാഗത്ത് മോഹിത് സൂരി സംവിധാനം ചെയ്ത് അഹാൻ പാണ്ഡെ, അനീത് പദ് എന്നിവർ കേന്ദ്ര കഥാപാത്രങ്ങളെ എത്തിയ സയ്യാര എന്ന കൊച്ചു പടമാണിപ്പോൾ സോഷ്യൽ മീഡിയയിലെ പ്രധാന ചർച്ചാ വിഷയം. ബോളിവുഡിനെ സംബന്ധിച്ച് വലിയ മുതൽ മുടക്കില്ലാതെ ചിത്രം ബോക്സ് ഓഫീസിൽ കോടികൾ കൊയ്യുന്ന കാഴ്ചയാണ് ഉള്ളത്. 500 കോടിയിലേക്ക് ഇനി ചെറിയ ദൂരം മാത്രമേ ഉള്ളൂ ഈ ചിത്രത്തിന്. സിനിമയുടെ ആഗോള കളക്ഷനും ഞെട്ടിപ്പിക്കുകയാണ്. 400 കോടിക്ക് മുകളിൽ ചിത്രം ബോക്സ് ഓഫീസിൽ നിന്നും നേടിയിട്ടുണ്ടെന്ന് യഷ്രാജ് ഫിലിംസ് പറയുകയാണ്. ഇന്ത്യയിൽ നിന്നും മാത്രം 318 കോടിക്ക് മുകളിൽ ഈ ചിത്രം സ്വന്തമാക്കിയിട്ടുണ്ട്. ഈ വർഷം പുറത്തുവന്ന അമീർ ഖാൻ, സൽമാൻ ഖാൻ, അക്ഷയ് കുമാർ ചിത്രങ്ങളെയെല്ലാം സയ്യാര ഇതിനോടകം മറികടന്നു. ജൂലൈ 18-നാണ് ചിത്രം തിയേറ്ററിൽ പ്രദർശനം തുടങ്ങുന്നത്. മൗത്ത് പബ്ലിസിറ്റിയിലൂടെയാണ് സിനിമയ്ക്ക് ആരാധകർ ഏറിയത്. യഷ്രാജ് ഫിലിംസിന്റെ സ്വതസിദ്ധമായ ലവ് സ്റ്റോറി ഗണത്തിലേക്ക് ഈ ചിത്രം എത്തിയപ്പോൾ അത് ഇരുകൈ നീട്ടി സ്വീകരിക്കുകയായിരുന്നു പ്രേക്ഷകർ. ഇന്ത്യൻ സിനിമയിലെ എല്ലാ ഭാഷകളും എടുത്താലും ഈ വർഷം 300 കോടിക്ക് മുകളിൽ നേടുന്ന രണ്ടാമത്തെ ചിത്രമായിരിക്കുകയാണ് സയ്യാര. ബോളിവുഡ് ചിത്രം ചാവ മാത്രമാണ് ഈ വർഷം ആ നേട്ടം സ്വന്തമാക്കിയിട്ടുള്ളത്. ഇന്ത്യയിൽ നിന്ന് മാത്രം 693 കോടി നേടിയിരുന്ന ചാവ 289 കോടി അധികം നേടിയാൽ ചാവയെ സയ്യാര മറികടക്കും. എന്നാൽ ഓവർസീസിൽ സയ്യാരയ്ക്ക് മറികടക്കേണ്ടത് സാക്ഷാൽ എമ്പുരാനെയാണ്. എമ്പുരാൻ മാത്രം. ഇതുവരെ ടോപ്പിൽ എമ്പുരാൻ തന്നെയാണ് നിൽക്കുന്നത്. എന്നാൽ ഓവർസീസിൽ മോഹൻലാലിന്റെ അത്രയും പ്രേക്ഷകരെ സയ്യാരയ്ക്ക് കിട്ടുമോ എന്നതാണ് വലിയ ചോദ്യം. എന്നിരുന്നാലും സയ്യാര മികച്ച അഭിപ്രായം നേടുന്നു എന്നതാണ്. മലയാളികൾക്കിടയിൽ പോലും സയ്യാരയ്ക്ക് ഒരു വ്യത്യസ്തമായ അഭിപ്രായം ലഭിക്കുന്നുണ്ട്. സിനിമ ഇറങ്ങി 1-2 ദിവസത്തിനുള്ളിൽ തന്നെ ബുക്കിംഗ് ആപ്പുകളിൽ തിരക്ക് കണ്ടപ്പോൾ തന്നെ കാണണമെന്ന് കരുതിയതാണ്. പക്ഷേ കുറച്ചു ദിവസം മുൻപ് കോക്കിന്റെ റിവ്യൂ കണ്ടപ്പോൾ തലവയ്ക്കാൻ ഒരു മടിയായി. എന്നാലും കഴിഞ്ഞ ദിവസം ലുലുമാൾ കൊച്ചി PVR കയറി സിനിമ അങ്ങ് കണ്ടു. ഒരു മ്യൂസിക്കൽ റൊമാൻറ്റിക് ഇമോഷണൽ ഡ്രാമ. ഇമോഷണൽ സിനിമകളോട് പണ്ടേ കുറച്ച് താല്പര്യക്കുറവുണ്ട്. പകുതിയിൽ കൂടുതൽ സമയവും ഇതിനകത്ത് പാട്ടുകളാണ്. 95% സ്ക്രീനിൽ നിറഞ്ഞു നിൽക്കുന്നത് നായകനും നായികയുമാണ്. കണ്ടുമടുത്ത പ്രണയ സിറ്റുവേഷൻ, പക്ഷേ സിനിമ വല്ലാതെ ബോറടിപ്പിക്കുന്നില്ല. ഇമോഷണലി നമ്മളെ കണക്ട് ചെയ്യുന്നുണ്ട്. അവസാനമായപ്പോൾ തീർന്നു കിട്ടാനുള്ള കാത്തിരിപ്പായി. ഇമോഷണൽ സിനിമകളോടുള്ള താല്പര്യക്കുറവുണ്ടാകാം, പക്ഷേ കുറെ പേർ ആസ്വദിച്ച് കലങ്ങിയ കണ്ണുകളോടെ കണ്ടിരിക്കുന്നുണ്ട്. ഹിന്ദിയിൽ ഇത് സ്വീകരിക്കപ്പെടുന്നതിന് കാരണം അവിടെ പ്രേക്ഷകർ ഒരു തലമുറ മാറ്റം ആഗ്രഹിക്കുന്നുണ്ട്. ഈ വർഷം വിജയിച്ച ഹിന്ദി ചിത്രങ്ങൾ ഒക്കെ ആ രീതിയിലോട്ടാണ് കാര്യങ്ങൾ പോകുന്നത്. പിന്നെ നായകനും നായികയും അവരുടെ അടുത്ത ചിത്രത്തിനായി കാത്തിരിക്കാൻ പ്രേരിപ്പിക്കുന്ന രീതിയിൽ മനോഹരമാക്കി വെച്ചിട്ടുണ്ട്. പാട്ടുകളുടെ ഒരു കുത്തൊഴുക്ക് ആണെങ്കിലും യഷ്രാജ് ഫിലിംസ് മുൻകാല ചിത്രങ്ങളെ പോലെ ഹൃദയത്തിൽ തൊടുന്ന ഗാനങ്ങൾ ഉണ്ടോ എന്ന് സംശയമാണ്. പ്രണയം തകർന്നു ഡിപ്രഷൻ അടിച്ചിരിക്കുന്ന മകളോട് അമ്മ പറയുന്ന 1-2 ഡയലോഗുകളുണ്ട്. ആ സിറ്റുവേഷൻ ഇങ്ങനെ മനസ്സിൽ ഇപ്പോഴും നിൽക്കുന്നു. അങ്ങനെ ഓർത്തിരിക്കാൻ പറ്റുന്ന കുറച്ച് നിമിഷങ്ങളൊക്കെ സമ്മാനിക്കുന്നുണ്ട് സയ്യാര. ഒരുവിധം നല്ല അഭിപ്രായങ്ങൾ സയ്യാരയ്ക്ക് ലഭിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാവിധ പ്രേക്ഷകരും ഏറ്റെടുക്കുന്നതാണ് കാണുന്നത്. എന്നാലും ഓവർസീസിൽ എമ്പുരാനെ ഈ ചിത്രത്തിന് മറികടക്കേണ്ടതുണ്ട്. അത് വലിയൊരു ടാസ്ക് തന്നെയാണ്. ലാലേട്ടനാണെങ്കിൽ ഒട്ടും പിന്നോട്ടുമില്ല.